ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ക്രിസ്തുവിനോട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഫരിസേയരും ഞങ്ങളും ഉപവസിക്കുന്നുണ്ട്, എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ക്രിസ്തു ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നത് യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ്. അവർ പറയുന്നത് ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുന്നുണ്ട് എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഉപവാസം എന്ന ഒരു പുണ്യം അവർ അനുഷ്ഠിച്ചിരുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു എന്നതാണ്. ഉപവസിക്കുന്ന ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ കണ്ടാൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലായിരുന്നു. അവരുടെ മുഖത്തു നിന്നും അവരുടെ ജീവിത രീതികളിൽ നിന്നുമൊക്കെ അത് വായിച്ചെടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നത് അവർക്ക് മനസ്സിലാകുന്നത്. വിഭൂതി ബുധൻ്റെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടതാണ് ക്രിസ്തു നമുക്കായിട്ട് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ. ഏറെ പ്രത്യേകമായിട്ട് ക്രിസ്തുനാഥൻ പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വികൃതമാക്കരുത്, നിങ്ങളുടെ മുഖത്ത് വിഷാദമുണ്ടാകരുത്, മുഖം കഴുകി പ്രസന്നവദനത്തോടുകൂടി നിങ്ങളായിരിക്കണം. നിങ്ങൾ ഉപവസിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ല, എന്തോ വലിയ ത്യാഗം നിങ്ങൾ എടുക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളെ കാണുന്നവരിൽ ഉണ്ടാകരുത്. ഉപവാസം എന്നത് നീയും നിന്റെ ദൈവവുമായിട്ട് മാത്രം ഉള്ള ഒരു രഹസ്യാത്മകമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം മറ്റുള്ളവർക്കൊരിക്കലും മനസ്സിലാകരുതെന്ന് ക്രിസ്തു നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഉപവസിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുക എന്ന് തന്നെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ അതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷാദഭാവത്തോടെ സങ്കടത്തോടെ എന്തോ വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന മട്ടിലാവരുത് നമ്മളുടെ ഉപവാസം. സുവിശേഷം നൽകുന്ന ആദ്യത്തെ ചിന്ത അത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന ഉത്തരം ഇതാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കുവാനായിട്ട് സാധിക്കുമോ? അപ്പം മണവാളൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കേണ്ടത് കൂടിയാണ് ഉപവസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മണവാളൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുനാഥനെ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുനാഥൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഉപവസിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇവർ ഉദ്ദേശിക്കുന്ന ഉപവാസത്തിൻ്റെ അർത്ഥമല്ല ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുക. ഇവർ ഉദ്ദേശിക്കുന്ന ഉപവാസം വിഷാദത്തോടെ ഇരിക്കുക, മുഖം വികൃതമാക്കുക, നാലാളെ അറിയിക്കുക, ഇതൊക്കെയാണ് ഉപവാസം എന്നാണ്. എന്നാൽ ക്രിസ്തു അർത്ഥമാക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളെ വർജിക്കുകയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ മാത്രമല്ല ഉപവാസത്തിൻ്റെ അർത്ഥം, മറിച്ച് ഈശോയോട് കൂടെ വസിക്കുന്ന ഒരു കാലം. നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഉപവാസം നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു പുണ്യം കൂടിയാണ് ഈ കാലത്തെ. പക്ഷേ നമ്മൾ ഉപവസിക്കേണ്ടത് ഈ ഫരിസേയരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും പറഞ്ഞ രീതിയിലുള്ളൊരു ഉപവാസമല്ല, മറിച്ച് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പോലെ മണവാളൻ കൂടെയുണ്ട്. ആ ഒരു ചിന്തയിൽ നമ്മളുടെ ഉപവാസത്തെ മുന്നോട്ട് നയിച്ചാൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യരായിട്ട് മാറാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.